ആശാനി തിരുവാതിര നിർത്താമോ? കാര്യം പറഞ്ഞു. മോഹന, എൻ്റെ മോക്ക് എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന പുഷ്പരാജൻ പറയുന്ന കണക്കിനല്ല ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആശാൻ എടുത്തടിച്ചിങ്ങനെ പറയല്ലേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് സമാധാനമായിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഞാനതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പാർട്ടിനെ പിടിച്ചെടുത്തിക്കോളാം. ഇതിലിപ്പോൾ ആലോചിക്കാനും തീരുമാനിക്കാനും ഒന്നുമില്ല. നീ ആ പുഷ്പരാജൻ്റെ കാര്യം പറഞ്ഞ എൻ്റെ പിറകെ വരരുത്. നീ ചെല്ല്. എല്ലാം ശരിയാന്ന് ഒരുമാതിരി കരപ്പനടിച്ച് തോർത്തു പോലെയല്ല. ആശാൻ ഇതുപോലെ ഒരു പാർട്ടിനെ ഒത്തിട്ടും പാടാണ്. ഇതാകുമ്പോൾ ടെക്കിന് കാര്യം നടക്കും, ചോദിക്കണ കാശും കയ്യിലിരിക്കും. ആശാൻ ഒന്നുകൂടി ഞാനേ 2 റൗണ്ട് കൂടെ നടന്നിട്ട് വരാം. നീ പോവല്ലേ? ഞാൻ കുറച്ചു നേരമൊക്കെ ഇരുന്നൊന്ന് ദേഹമൊക്കെ തണുപ്പിച്ചിട്ടേ പോണുള്ളൂ. ഓ അതെ, നടക്കുമ്പോൾ മനസ്സിരുത്തി ആലോചിച്ചിട്ടേ മാറ്റമുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒന്ന് വിളിച്ച് പറയണേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ ബോറൻ സാറല്ലേ? റൂബൻ സാറല്ലേ? ഞാനാ മോനാ. മോഹനാണ്. അത് നമ്മൾ നേരത്തെ ഒരു സ്ഥലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായില്ലേ? ഓണർ അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ വരെ പോയേക്കണേ. വന്ന ടെക്കനെ നമുക്ക് നീക്കമൊക്കെ ഉണ്ടാക്കാം. ശരി സാറേ, ഓക്കെ. ആ ചേച്ചി, നീ വിളിച്ചിരുന്നല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നടാ നിന്നെ. എന്താ ചേച്ചി വിശേഷിച്ച്? എടാ, റീനമോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ നാളായില്ലേ അവള് നിന്നെ വിളിച്ചിട്ട്. നീ ഫോൺ കട്ട് ചെയ്യേ, ഞാൻ നിന്നെ വീഡിയോ കോളിൽ അങ്ങോട്ട് വിളിക്കാം. ശരി ചേച്ചി. ഫോൺ വെച്ചോ. ഇതാ മോളെ, അച്ഛനാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു മോളെ? ജോലി കുഴപ്പമില്ല അച്ഛാ. നീ എത്ര ദിവസമായി ഒന്ന് വിളിച്ചിട്ട്? ഞാൻ വിളിക്കുമ്പോൾ തിരിച്ചെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതല്ലേ? അച്ഛാ, എനിക്കങ്ങനെ സംസാരിക്കാനൊന്നുമില്ല, അതാ വിളിക്കാത്ത. നീ എന്നെ വിളിക്കണ്ട, ഗിരിജാൻ്റെ ഒന്ന് വിളിച്ചുകൂടെ? നീ ജീവിച്ചിരിക്കുന്നെങ്കിലും ഒന്ന് എനിക്കറിയണ്ടേ? വിളിക്കാം. എത്ര നാളെന്ന് വെച്ചിട്ടാ മോളെ നീ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നേ? നാട്ടിലോട്ട് വരുന്ന കാര്യം മോളെന്തെങ്കിലും തീരുമാനിച്ചോ? മോക്കവിടെ സുഖമാണോ? സുഖാണ്. അച്ഛന് സുഖമാണോ? അച്ഛന് സുഖമാണ്. അച്ഛാ, ക്യാബ് വരാറായി. ഞാൻ ഗിരിജാൻ്റെ കൊടുക്കാം. ഇടയ്ക്ക് വിളിക്കണം മോളെ കേട്ടാ. ശരി അച്ഛാ. സന്തോഷമായിട്ടിരി. ശരി മോളെ, ഡീ പോയാലും നീ ഇടയ്ക്ക് വരില്ലേ? വരുമല്ലോ. ശരി, വരാം. നീ സമാധാനമായിട്ടിരിക്കടാ. ഒന്നുമില്ലെങ്കിലും അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി അവളെ കാണില്ലേ? ചേച്ചി അവിടെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. ചേച്ചി നീ വിഷമിക്കണ്ടടാ, ഇപ്പൊ പഴയതിനൊക്കെ മാറ്റമില്ലേ? നീ വെയ് ഫോൺ, ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. ശരി ചേച്ചി. ആശാനെ എവിടെ പോയി കിടക്കായിരുന്നെ രാമാനുജ? തേങ്ങ എല്ലാം കിടന്ന് കൊപ്രയായി കാണും. ഈ മാസത്തെ വെട്ടൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. ആശ ഇത് കണ്ട നാഗർകോവിൽ ലോഡും കൊണ്ടുപോയത്. ലോഡും എടുത്തുകൊണ്ട് ഇറങ്ങി നടന്നു പോയി കണക്കുന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ച എല്ലാം കൂടെ ഒടുങ്ങി ഇറങ്ങി പോയെന്ന്. ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഇല്ല കേട്ടാ, പക്ഷെ നീരും വേദന സഹിക്കാൻ വയ്യ. പക്ഷെ ഞാൻ ആലോചിക്കണം അതല്ല ആശാനെ, ഈ ഒരു മാസമായിട്ട് നീര് കുറയാത്ത ലോജിക്ക് എന്തിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എണ്ണ ഇട്ട പിടിച്ചാൽ നിങ്ങൾ മാറിക്കോളും. അതിനും കൂടെ ആണല്ലേ ഞാൻ വന്നത്. ഒരു പിടി പിടിക്കണം. ആ തേങ്ങ ഇവിടെ കിടക്കണം. തേങ്ങ ഒക്കെ പിന്നെ എടുക്കാം, നമുക്ക് വാ ഊണ് കഴിക്കാം. അത് നല്ല കാര്യം. നിനക്കിന്ന് പോകണ്ടല്ലോ. അയ്യോ പോണം, പെണ്ണും പിള്ളും ചെറുക്കനോട് ഒറ്റയ്ക്കേ ഉള്ളൂ. ആ വാടേ. എവിടം വരെ പുഷ്പരായ സംഭവം നടക്കൂല. ആശ മാങ്ങ കണ്ടിക്ക് എടുക്കണില്ല. സംസാരിച്ച് നാക്കിന് ഡയഫ്രം വലിഞ്ഞു തോന്നണം. എന്നിട്ട് കിളവൻ എന്താ പറയണത്? എന്ത് പറയാൻ? ഈ വീട് സ്ഥലം വെക്കാൻ പുള്ളിക്ക് ഒരു ഉദ്ദേശമില്ല, അത്ര തന്നെ. നാശം. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ വന്ന പാർട്ടിനെ പിന്നെ കിട്ടണമെന്നില്ല. എന്തെങ്കിലും ടക്കിനെ ഇതാ കാര്യം നടക്കും.
അയാൾ മഴ പറഞ്ഞുണ്ടാക്കിയ സ്ഥലമല്ലേ, കെട്ടിപ്പിടിച്ചിരിക്കട്ടെ. കിളവൻ കളരിയായി പോയി. അല്ലെങ്കിൽ കൂമ്മിനിട്ട് കുത്തും കൊടുത്ത് പണ്ട ഞാൻ ആ സ്ഥലം എഴുതി വാങ്ങിയേനെ. അങ്ങനെ അക്രമത്തിനായിട്ട് പിടിക്കും പോണ്ട പുഷ്പരാജ്, നീ നമുക്ക് സമാധാനത്തിന്റെ വാദം മതി. നീ ആശാനോട് സംസാരിച്ചു നോക്കി, ആവശ്യം നിന്റെ അല്ലേ. ഇടത് കിട്ടിയിട്ടുണ്ട് നിനക്ക് ആ കടക്ക് അഡ്വാൻസ് കൊടുക്കാൻ. ഇതാ പോസ്റ്റ് കണ്ട, അതിനോട് പറഞ്ഞാൽ പിന്നെയും കേൾക്കും. എന്നാൽ ഇയാൾ കേൾക്കൂല, പന്നയാണ് പന്ന. നിങ്ങളെ അമ്മയച്ഛനും മരുമോനും അല്ലേ, മായച്ചൻ എങ്ങനെങ്കിലും പിടിച്ച് കുപ്പിയിലാക്കട പുഷ്പരാജ, കാര്യം നടക്കണ്ടേ? ഓ ദേ വരുന്നു, ഇതൊന്ന് കുടിച്ചോട്ട്. എന്തായാലും പാർട്ടിയെ വിടണ്ട, ഞാൻ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ. അണ്ണാ അതേ ഗ്ലാസ് പറ്റില്ലായിരിക്കും. എനിക്ക് മാത്രമല്ലടി, നിന്നെ കൂടെ കൂട്ടാനാ ഞാൻ ഉണ്ടാക്കുന്നത്. കുറെ നാളായില്ലേ ഞാൻ നിന്റെ അടുത്ത് പറയണു, സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്തയുടെ അടുത്ത് പറയാൻ. ഇതുവരെ പറഞ്ഞില്ല അല്ലടി. എന്തടി നിന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കണം? എന്റെ വസ്തു കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവില്ലേ? തന്നെടി ഞാൻ കഴിവട്ടോ തന്നെടി. കഴിവ് നീ കാണാൻ കിടക്കുന്നല്ലോടി. കഴിവില്ലാത്തവന്റെ കൂടെ എന്തിനാടി നീ ഇറങ്ങി വന്നത്? സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്നടുത്ത് പറയൂ നീ? പറയൂന്ന് എന്തടി മിണ്ടാത്ത്? വാ തുറന്ന് പറയടി, പറയടി വാ തുറന്ന്. തന്റെ മോള് കൂടി പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മനുഷ്യന്റെ ക്ഷണയ്ക്കൊരു അതിരുണ്ട് കേട്ടേ. പോകലടി ഓളെ കള്ളക്കരച്ചില് നിന്റെ തന്തയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയാൾക്ക് എന്നെ അറിയില്ല. അച്ഛാ ചായ. നീ ഇവിടെ ഇരി. എന്തിനാ മോളെ നീ ഇങ്ങനെ സഹിക്കണത്? നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കി, അപ്പോൾ മനസ്സിലാക്കട്ടെ നീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ തന്നെ കണ്ടുപിടിച്ച ആളല്ലേ അച്ഛാ, ഞാൻ സഹിച്ചോളാം. ഇന്നലെ എന്തിനായിരുന്നു ബഹളം? ആ വീടും വസ്തു ഇപ്പം വിൽക്കണമെന്നാ പറയുന്നത്. ആ വീടും വസ്തുവും അത് നിനക്കുള്ളത് തന്നെ. ഇപ്പം അതിൽ നിന്ന് വാടകയിലും കിട്ടുന്നുണ്ട്. നീ അതോടെ വിറ്റ് തൊലച്ചാൽ നീ എന്തെടുത്ത് വെച്ച് ജീവിക്കും? അല്ല ഇവനിപ്പോൾ എന്തിനാ കാശ്? ടൗണിലൊരു കടമുറി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാ പറയുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് ഞാൻ കൊടുക്കാം. അവൻ ബിസിനസ് തുടങ്ങിയ ദൂർത്തടിക്ക് എന്താന്നാ കാണിച്ചോട്ടെ. അവനോട് ഞാൻ വീട്ടിലുള്ളപ്പം വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇറങ്ങുക മോളെ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാച്ചാ? ഞാൻ കഴിച്ചിട്ടാ മോളെ വന്നേ.